ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾക്ക് എളുപ്പത്തിലൊരു ബ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം, അഥവാ സുർക്ക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ബട്ടർ മിൽക്ക് തയ്യാറാക്കണം കേട്ടോ. ഇത് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും, ഇനി 1 ടേബിൾ സ്പൂൺ നമ്മുടെ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ കേട്ടോ. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കിയ ശേഷം ഇനി നമുക്കതിലേക്ക് ഒരു മുട്ട ചേർക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ നിന്ന് 1 kg ചിക്കനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മീഡിയം സൈസിൽ കട്ട് ചെയ്ത ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 kg കൂടുതലുണ്ട് കേട്ടോ ചിക്കൻ. അപ്പോൾ നമുക്കതിനനുസരിച്ച് മസാല എടുക്കാം. എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കോട്ടിങ്ങിന് ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 കപ്പ് കോൺഫ്ലവർ, ഇനി അതിലേക്ക് നമ്മൾക്ക് ബേക്കിംഗ് സോഡ ഒരു നുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മുളക് പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്ത് ഇനി അത് നമുക്ക് ഈ കോട്ടിങ്ങിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക. ഇതേപോലെ നല്ലോണം അമർത്തി ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഒറ്റ കോട്ടികൾ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ തിരിച്ചിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.